ഇന്ന് നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും അനുമോൾ പെട്ടെന്ന് സ്റ്റണ്ണായി പോയായിരുന്നു. പക്ഷേ അനുമോളുടെ കാരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ അനീഷ് എണിച്ച് പോയി. അനീഷിന് മനസ്സിലായി അത് പുള്ളിക്കാരിക്ക് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. അനീഷിൻ്റെ മൈൻഡിൽ ചാപ്റ്റർ ക്ലോസ് ആയിട്ടുണ്ട്. അതായത് ഇത് അനുമോൾക്ക് വീണ് കിട്ടിയ അവസരമാണെന്ന് അനുമോൾ മനസ്സിലായി. അനുമോൾ ഇതിലൊരു ഗെയിം കണ്ടെത്തി. അതായത് എല്ലാവരോടും പറയാം, അതായത് ആദിലോട് അതേ പറഞ്ഞു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതായത് എന്നെ അനീഷേട്ടൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതിനുശേഷം നൂറയോട് പറയുന്നുണ്ട്. അതിനുശേഷം ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ ഇത് എല്ലാവരോടും ഷാനവാസിനോട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുള്ളിക്കാരി തന്നെ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി തന്നെ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഗെയിം ഒരു ഗെയിം എടുക്കുന്നുണ്ടോയെന്ന് ഒരു തോന്നൽ പോലെ. അതായത് അനീഷ പിന്നെ അനുമോൾ അനീഷിൻ്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അനീഷയുടെ സംസാരിക്കണം. അപ്പോൾ അനീഷ് നല്ല ഡീസൻ്റായിട്ട് പറഞ്ഞു, അതായത് താല്പര്യം എന്ന് പറഞ്ഞാൽ മിണ്ടിയില്ല. അതായത് എനിക്ക് പറയാനൊന്നുമില്ല. അതായത് അനുമോൾ ഓൾറെഡി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിനുശേഷം അനീഷ ഭാഗത്തോട്ട് പോയില്ല. പിന്നെയും പുള്ളിയുടെ പുറകെ നടന്ന് ഇറിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.